ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പുതിയ ട്രൈപോഡ് സ്റ്റാൻഡ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഡിജിടെക്കിന്റെ ട്രൈപോഡ് ആണ്. ഇത് ഒരു ബാഗിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് അപ്പോൾ എളുപ്പമാണ് ക്യാരി ചെയ്യാനും എവിടെയെങ്കിലും കൊണ്ടുപോകാനൊക്കെ. നമുക്ക് കാറിലോ വണ്ടിയിലോ ഒക്കെ പോകുമ്പോൾ അത് ഇട്ടുകൊണ്ട് പോകാൻ ഭയങ്കര എളുപ്പമാണ്. അത്യാവശ്യം വെയിറ്റും നല്ല സ്റ്റേഡിയും ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ഇത് ഓൾമോസ്റ്റ് 5 kgs വരെ, 5 kgsന് മേലെ ഇതിന് കപ്പാസിറ്റി ഉണ്ട്, ഹാൻഡിൽ ചെയ്യാൻ വെയിറ്റ് കപ്പാസിറ്റി. പിന്നെ ഇതേ കണ്ടോ, ഇങ്ങനെ ക്ലിപ്പ് ഓൺ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റബിൾ ഹൈറ്റ് സ്റ്റാൻഡാണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലേക്ക് ഇത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഫസ്റ്റ് ലെവൽ ഓഫ് ഹൈറ്റ്. ജസ്റ്റ് ക്ലിപ്പ് ഓപ്പൺ ചെയ്യുക, ഹൈറ്റ് റൈസ് ചെയ്യുക, ക്ലിപ്പ് ക്ലോസ് ചെയ്യുക. പിന്നെ ഇത് ഇങ്ങനെ മൂവിങ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മൗണ്ട് ആണ്. പിന്നെ ഈ ഒരു ലെഗ് ഹൈറ്റ് മാത്രമല്ല, നമുക്ക് അതല്ലാതെയും റേസ് ചെയ്യാൻ പറ്റും. ആ കാണുന്ന പാർട്ടിലേക്ക് നമ്മുടെ ഫോൺ ഫിക്സ് ചെയ്യാനുള്ള സ്റ്റാൻഡ് ഫിക്സ് ചെയ്തതിനു ശേഷം ഫോൺ വെക്കാം. എന്നിട്ട് ഫോണിന്റെ നമുക്ക് ഡയറക്ഷൻ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. ഫോൺ മാത്രമല്ല, ഇതിൽ ക്യാമറയും മൗണ്ട് ചെയ്യാൻ പറ്റും. ക്യാമറ മൗണ്ട് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയാണ് ഈ സ്റ്റാൻഡുകളിൽ. ഇത് ഭയങ്കര സിമ്പിളാണ്. ജസ്റ്റ് ആ ഒരു ക്യാമറ സ്ക്രൂ ഹോൾഡർ ഈ ക്യാമറയുടെ നമ്മുടെ ആ ഹോളിലേക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കുക. നല്ല ടൈറ്റായി നിൽക്കും, വീഴൊന്നുമില്ല. എനിക്ക് നല്ല പേടിയായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് സിമ്പിളാണ്. ഇത് ജസ്റ്റ് അതിലേക്ക് സ്ലൈഡ് ഇൻ ചെയ്യുക, ആ ഒരു ക്ലിപ്പ് വെച്ച് അങ്ങോട്ട് ക്ലോസ് ചെയ്യുക. പിഴയേ ഇല്ല, അതുപോലെ ഇരുന്നോളും. ഇതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹൈറ്റും അതിന്റെ ഷേപ്പും അതിന്റെ ഡയറക്ഷനും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. ഇത് നോർമലായി ഫുൾ ഓപ്പൺ ചെയ്താൽ തന്നെ എൻ്റെ ഓൾമോസ്റ്റ് ഹൈറ്റ് ഉണ്ട്. അത് പോരാഞ്ഞിട്ട് ഇത് പിന്നെയും നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇത് ഓൾമോസ്റ്റ് 5.6 feet ഹൈറ്റ് വരെ റേസ് ചെയ്യാൻ പറ്റും. ഇത് ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അപ്പൊ എന്തായാലും മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക.